പ്രധാനമന്ത്രി നരേന്ദ്രമോദി ധ്യാനം ഇരിക്കാൻ പോയി. മുൻപും അദ്ദേഹത്തിൻ്റെ ധ്യാനം വലിയ വാർത്തയായിരുന്നു. ഇന്ന് അദ്ദേഹം കന്യാകുമാരിയിലാണ്. അദ്ദേഹത്തിൻ്റെ ധ്യാനം നാടകമാണെന്നും ക്യാമറയുമായി ആരെങ്കിലും ധ്യാനത്തിന് പോകുമോ എന്നുമൊക്കെയുള്ള വിമർശനങ്ങൾ ഒരു ഭാഗത്ത് നടക്കുകയും ചെയ്യുന്നു. അദ്ദേഹം ഒരു രാഷ്ട്രീയക്കാരനായതുകൊണ്ട് സ്വാഭാവികമായും ഈ വിമർശനം അദ്ദേഹം അർഹിക്കുകയോ അല്ലെങ്കിൽ അദ്ദേഹവും അതിൽ നിന്ന് ഒഴിഞ്ഞു പോകുന്നോ ഒന്നുമില്ല. എന്തായിരിക്കും ധ്യാനം ചെയ്യുക എന്നതുകൊണ്ട് മോദി ഉദ്ദേശിച്ചിട്ടുണ്ടാവുക? ധ്യാനവും രാഷ്ട്രീയവും തമ്മിൽ എന്തായിരിക്കും ബന്ധം? ധ്യാനം ചെയ്താൽ വല്ല ഊർജവും കൈവരാനുണ്ടോ? ധ്യാനം അഥവാ മെഡിറ്റേഷൻ, അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്നിവിടെ പറയുന്നത്. വിജയിച്ച പല പ്രമുഖരും തുടർച്ചയായി മെഡിറ്റേഷൻ ചെയ്തതായി അവരുടെ അനുഭവങ്ങളിൽ കാണാം. ധ്യാനം ചെയ്യുന്നവരെല്ലാം വിജയിച്ചു എന്ന അർത്ഥം അതിനുണ്ടോ എന്നത് മറ്റൊരു കാര്യം. എന്നാൽ ഏകാഗ്രതയിലൂടെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ ധ്യാനം സഹായിക്കുമെന്ന് പഠനങ്ങൾ പറയുന്നുണ്ട്. മനുഷ്യന് രണ്ട് തരം ചിന്തകൾ ഉണ്ടാകുമെന്നാണല്ലോ. ഒന്ന് കോൺഷ്യസ് മൈൻഡ് അഥവാ ബോധമനസ്സ്, മറ്റൊന്ന് സബ് കോൺഷ്യസ് മൈൻഡ്, ഉപബോധ മനസ്സ്. ഇതിൽ വിജയിച്ചവരും വിജയിക്കണമെന്ന് അത്യന്തം ആഗ്രഹമുള്ളവരും സബ് കോൺഷ്യസ് മൈൻഡിനെ കൂടുതൽ പ്രവർത്തന സജ്ജമാക്കും. നമ്മുടെ ജീവിത പശ്ചാത്തലത്തിൽ നമ്മൾ തുടർന്നു വരുന്ന സാധാരണയായ പ്രക്രിയകൾ അതേപടി തുടരുന്നുവെന്ന് കരുതുക. അങ്ങനെയൊക്കെ തന്നെ മതിയെന്നും തീരുമാനിക്കുകയാണെങ്കിൽ അത് ബോധമനസ്സിൽ നിന്ന് ഉണ്ടാകുന്നതാണ്. നമ്മുടെ ചിന്തകൾ കൂടുതലൊന്നും വർക്കൗട്ടാവില്ല. അതങ്ങനെ ഒരു റൊട്ടീൻ സിസ്റ്റത്തിലൂടെ ചലിച്ചുകൊണ്ട് തന്നെ ഇരിക്കും. എന്നാൽ ഉപബോധ മനസ്സ് അങ്ങനെയായിരിക്കില്ല. നമുക്ക് നല്ല കാഴ്ചപ്പാടുകളുണ്ടാകും, ഫീലിങ്സും ഇമോഷൻസുകളുമൊക്കെ ഉണ്ടാകും. എന്തിനോടും പോസിറ്റീവ് സമീപനമുണ്ടാകും. ഏത് പരിശ്രമത്തിനുമുള്ള മാനസിക സ്ഥിതി ഉണ്ടാകും. കൂടുതൽ ദൈവികമായ അട്രാക്ഷൻ ഉണ്ടാകും. നമ്മുടെ മനസ്സ് പുതിയ പുതിയ കാര്യങ്ങളിലേക്ക് ചിന്തിച്ചുകൊണ്ട് തന്നെ ഇരിക്കും. കാര്യങ്ങൾ പെട്ടെന്ന് ഗ്രഹിക്കാനും ഗ്രഹിച്ചവ സേവ് ചെയ്യാനും സേവ് ചെയ്തവ വർക്കൗട്ട് ചെയ്യാനുമൊക്കെ ഉള്ള താല്പര്യം ഇത്തരം ഉപബോധ മനസ്സുകൾക്ക് സാധിക്കും. ഉപബോധ മനസ്സുള്ളവർ എപ്പോഴും പുതിയ പുതിയ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയും അതിനായി അശ്രാന്തം പരിശ്രമിക്കുകയും ചെയ്യും. ബോധമനസ്സിനെ റീസെറ്റ് ചെയ്യുന്ന പ്രക്രിയയാണ് ഇത് എന്ന് വേണമെങ്കിലും പറയാം. ധ്യാനത്തിലൂടെ നമ്മുടെ മനസ്സിനെ ഏകാഗ്രതയിലേക്ക് കൊണ്ടുപോകുന്നതോടൊപ്പം നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യത്തിലേക്ക് എത്താൻ മനസ്സിനെ പാകപ്പെടുത്തുകയും ചെയ്യുക എന്നതും ഇതിൻ്റെ പ്രത്യേകതയാണ്. ലോ ഓഫ് അട്രാക്ഷൻ എന്ന് കേട്ടിട്ടില്ലേ? എന്തിനോടാണോ നമുക്ക് കൂടുതൽ ഫീൽ ചെയ്യുന്നത് അത് നമ്മളിലേക്ക് വന്നുകൊണ്ട് തന്നെയിരിക്കും. നമ്മൾ എന്താണോ സന്തോഷിക്കാൻ ആഗ്രഹിക്കുന്നത് ആ സന്തോഷം നമ്മെ തേടി വരും. നമ്മൾ എന്തിനെയാണോ ഭയക്കുന്നത് അതും സംഭവിക്കുന്നുവെന്നുമൊക്കെയാണ് ഈ മേഖലയിലെ വിദഗ്ധരൊക്കെ അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. മറ്റൊരു ഘട്ടം അഫർമേഷനാണ്. നമ്മുടെ ആഗ്രഹത്തെ സ്ഥിരീകരിക്കാൻ സഹായിക്കുന്ന ഘടകങ്ങളെ മനസ്സിനോട് പറഞ്ഞുകൊണ്ടേ ഇരിക്കുക. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയും മനസ്സ് അതിലേക്ക് കൂടുതൽ നമ്മെ എത്തിക്കുകയും ചെയ്യുമെന്നാണ്. ഏതെങ്കിലും കാര്യം സാധിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതെനിക്ക് സാധിക്കുമെന്ന് മനസ്സിനെ പറഞ്ഞ് പഠിപ്പിച്ചു കൊണ്ടേ ഇരിക്കുകയും അതിനായി ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന പ്രക്രിയ. ഇത്തരം വ്യത്യസ്ത ഘട്ടങ്ങളിലൂടെ മുന്നോട്ട് പോകുമ്പോൾ അതിന് അനിവാര്യമായ ഘടകം ഏകാന്തതയും ശാന്തതയും ഒക്കെയാണ്. ദൈവീകമായ അട്രാക്ഷൻ ഇതിൽ നിർബന്ധമുള്ള മറ്റൊരു കാര്യമാണ്. മുനിമാർ തപസ് ചെയ്യുക, സൂഫികൾ ധ്യാനത്തിൽ ഏർപ്പെടുക എന്നതൊക്കെ ദൈവത്തോട് കൂടുതൽ പ്രിയമുള്ളതാക്കാനും ഒപ്പം മനസ്സിനെ പാകപ്പെടുത്താനും ഒക്കെ ഉള്ളതാണ്. ഏകാന്തമായി പ്രാർത്ഥനകൾ വ്യക്തിയുടെ മനസ്സിനെ കൂടുതൽ ദൈവീകമായി അടുപ്പിക്കുകയും ചെയ്യും എന്നാണ്. പ്രാർത്ഥനകൾക്ക് പുറമെ ഇതിനായി തയ്യാറാവുന്നതിനെ ധ്യാനമെന്ന് അല്ലെങ്കിൽ മെഡിറ്റേഷൻ എന്ന് വിളിക്കും. കംഫർട്ട് സിറ്റിംഗ്, മുദ്ര, ടേക്ക് എ ഡീപ്പ് ബ്രീത്ത്സ് അഥവാ കണ്ണടച്ച് ശ്വാസമെടുക്കുക, ശരീരം മനസ്സിൽ സങ്കല്പിക്കുക, തല, കണ്ണ്, ചെവി, കാല് തുടങ്ങിയവ വിശ്രമിക്കുന്നതായി സങ്കല്പിക്കുക, പ്രത്യേക സ്ഥലങ്ങളെയോ മറ്റോ ഒക്കെ സങ്കല്പിക്കുക, ദൈവത്തോട് കൂടുതൽ നന്ദി പറയുക എന്നതൊക്കെയാണ് പ്രാഥമികമായ ഇതിൻ്റെ ഒരു ഘട്ടമെന്ന് പറയുന്നത്. ഇനീഷ്യേറ്റീവ് മെഡിറ്റേഷൻ, ഡയറക്റ്റീവ് മെഡിറ്റേഷൻ അഥവാ ഹീലിംഗ്, ഹോപ്പനൊപ്പനോ മെഡിറ്റേഷൻ, സെൽഫ് ലവ് മെഡിറ്റേഷൻ, ഗ്രാറ്റിറ്റ്യൂഡ് മെഡിറ്റേഷൻ തുടങ്ങിയ വിവിധ രീതികളും ഇതിലുണ്ട്. ഇതിൽ ഓരോന്നിലും വിവിധങ്ങളായ ധാരാളം മേഖലകൾ വേറെയുമുണ്ട്. മൈൻഡ്ഫുൾനെസ്, അതീന്ദ്രിയ ധ്യാനം, ഗൈഡഡ് മെഡിറ്റേഷൻ, വിപാസന ധ്യാനം, 7 ചക്ര, ശ്വസന ബോധവത്കരണ ധ്യാനം, യോഗാധ്യാനം തുടങ്ങിയ വിവിധ മേഖലകൾ വേറെയും ഇതിനകത്തുണ്ട് എന്നാണ്. എന്നാൽ വിവിധ മതസങ്കല്പങ്ങൾക്കനുസരിച്ച് പലതരത്തിലുള്ള ആഖ്യാനങ്ങൾ പലരും പിൽക്കാലത്ത് ധ്യാനത്തിൻ്റെ പേരിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് എന്നതും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. നമ്മൾ മോദിയിൽ നിന്നാണല്ലോ ധ്യാനത്തിലേക്ക് പോയത്. മോദിയുടെ ധ്യാനത്തിൻ്റെ ഉദ്ദേശവും അതൊക്കെ തന്നെയായിരിക്കണം. അദ്ദേഹത്തിന് തുടർഭരണം ലഭിക്കുമെന്ന ഉറപ്പിലാണ് അദ്ദേഹം പോയതെങ്കിൽ അങ്ങനെയും
എൻ്റെ കയ്യിൽ നിന്നും കാര്യങ്ങൾ കൈവിട്ടു പോകുമോ എന്ന ആശങ്കയോടെയാണ് അദ്ദേഹം പോയതെങ്കിൽ അത് തിരിച്ചും സംഭവിക്കും. കാരണം ഭയവും ആത്മവിശ്വാസവും ഇവിടെ സംഭവിച്ചേക്കാം. ഏതായിരുന്നാലും ധ്യാനമിരിക്കലിന് രാഷ്ട്രീയപരമായ ആഖ്യാനങ്ങൾ കൂടി ഇനി നമ്മൾ പ്രതീക്ഷിക്കേണ്ടതുണ്ട്. കാരണം ധ്യാനം ഒരു രാഷ്ട്രീയ വിഷയം കൂടിയായി മാറുകയാണ്. Waytonikah.com, the exclusive Muslim matrimonial site.